നിങ്ങൾ ആകെ ചെറുതായി തളർന്ന് തകർന്നിരിക്കുകയാണോ? നിങ്ങൾക്ക് ജീവിതത്തിൽ ഒന്നും നേടാൻ പറ്റുന്നില്ല, അതിനുള്ള കഴിവില്ല, നിങ്ങൾ വളരെ ചെറുതാണ്, വളരെ നിസ്സാരരാണ് എന്നെല്ലാം കരുതിയിരിക്കുകയാണോ? എങ്കിൽ നിങ്ങൾ ഈ ഫുട്ബോൾ കഥ കേൾക്കണം. വെറുമൊരു ഫുട്ബോൾ കഥയല്ല, ഫിഫയുടെ നോക്കൌട്ട് റൗണ്ടിൽ ലോക ചാമ്പ്യന്മാരായ അർജന്റീനയെ വിറപ്പിച്ച കാബോ വെർദെ അല്ലെങ്കിൽ കേപ്പ് വെർദെ എന്ന കുഞ്ഞൻ രാജ്യത്തിന്റെ കഥ കേൾക്കണം. അത് ചിലപ്പോൾ നിങ്ങൾക്ക് അല്പം ഊർജ്ജം നൽകിയേക്കാം. അറ്റ്ലാന്റിക് സമുദ്രത്തിൽ ചിതറിക്കിടക്കുന്ന 10 അഗ്നിപർവ്വത ദ്വീപുകളാണ് കാബോ വെർദെ അല്ലെങ്കിൽ കേപ്പ് വെർദെ സമൂഹം. എണ്ണയില്ല, വലിയ സൈന്യമില്ല, ആഗോള ശക്തിയുടെ പൈതൃകങ്ങളില്ല, വളരെ നിസ്സാരരായ രാജ്യം. സഹാറ മരുഭൂമിയിൽ നിന്നുള്ള വരൾച്ചയും പൊടിക്കാറ്റും നിരന്തരം ആഘാതമേൽപ്പിക്കുന്ന ഈ ദ്വീപുകളിൽ വെറും 5,30,000 മനുഷ്യരാണുള്ളത്. നൂറ്റാണ്ടുകളോളം ലോകം കാണാത്ത മനുഷ്യർ. അധിനിവേശകർക്ക് ഈ ദ്വീപുകൾ വെറും ഒരു ഗോഡൌൺ മാത്രമായിരുന്നു. അറ്റ്ലാന്റിക് അടിമക്കച്ചവടത്തിന്റെ ഏറ്റവും വേദനാജനകമായ ഒരു ഇടത്താവളം. ദശാബ്ദങ്ങളോളം കൊളോണിയൽ ഭരണം ഇവരെ ഞെരിച്ചമർത്തി. സ്വന്തമായൊരു ഫുട്ബോൾ ക്ലബ് പോലും രൂപീകരിക്കാൻ അനുവാദമുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഫുട്ബോൾ കളി ഇവർക്ക് കളിയേക്കാൾ ഉപരി ഒരു ചെറുത്തുനിൽപ്പായി മാറി. എല്ലാം തട്ടിക്കവർന്നെടുക്കപ്പെട്ട ഒരു ജനതയുടെ അഭിമാനത്തിന്റെ പ്രതീകം. പക്ഷെ 2026 ഫിഫ ലോകകപ്പിൽ കഥകൾ മാറി. അതേ രാജ്യം ലോകത്തിന്റെ ഫുട്ബോൾ ചരിത്രത്തിന്റെ നെറുകയിലേക്ക് കുതിച്ചു കയറുന്ന കാഴ്ചയാണ് നാം കണ്ടത്. അതോടൊപ്പം തങ്ങൾ നിസ്സാരരാണ് എന്ന് കരുതിയിരിക്കുന്ന മനുഷ്യർക്കും സമൂഹങ്ങൾക്കുമുള്ള ഒരു വലിയ പാഠവും. ദിസ് ഈസ് എ സ്റ്റോറി ഓഫ് കാബോ വെർദെ ആൻഡ് യുവേഴ്സ് ഓൾസോ. കാബോ വെർദെ എന്ന ബ്ലൂ ഷാർക്കുകളുടെ അത്ഭുതം മനസ്സിലാകണമെങ്കിൽ അതിജീവനത്തിന്റെ ഗണിതം മനസ്സിലാകണം. ദശാബ്ദങ്ങളുടെ സാമ്പത്തിക ദുരിതം കാരണം ദ്വീപിൽ ജീവിക്കുന്നവരെക്കാൾ കൂടുതൽ കാബോ വെർദേക്കാർ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ചിതറിക്കിടക്കുന്നു. ഫ്രാൻസ്, പോർച്ചുഗൽ, നെതർലൻഡ്സ്, അമേരിക്ക. ന്യൂനപക്ഷമായി ഇവിടങ്ങളിൽ ജീവിക്കാൻ ശീലിച്ചവർ, അന്യരുടെ ഭാഷയിൽ സംസാരിക്കാൻ നിർബന്ധിതരാക്കപ്പെട്ടവർ, അന്യരുടെ നാട്ടിൽ അവരുടെ നിബന്ധനകളിൽ സ്വന്തം മൂല്യം തെളിയിക്കാൻ ശീലിച്ചവർ. ദശാബ്ദങ്ങളോളം ഒരു ദേശീയ ഫുട്ബോൾ ടീം തന്നെ ഇല്ലായിരുന്നു. അവസാനം ഒന്നും ഉണ്ടായപ്പോൾ ആദ്യം കണ്ടത് തകർച്ചയുടെ മുഖം. 2014 ഒരൊറ്റ മത്സരം കൂടി ജയിച്ചാൽ ലോകകപ്പ് യോഗ്യത എന്ന നിലയിൽ നിന്ന് ഒരു അർഹതയില്ലാത്ത കളിക്കാരൻ ടീമിൽ ഉണ്ടായിരുന്നു എന്ന കാരണം പറഞ്ഞ് ഫിഫ അവരെ അയോഗ്യരാക്കി. അവരുടെ സ്വപ്നം തകർന്നു. ലോകം അവരെ പരിഹസിച്ചു. നിങ്ങളുടെ ദ്വീപിലേക്ക് തന്നെ നിങ്ങൾ തിരിച്ചു പോയിക്കൊള്ളൂ. എന്നാൽ മാൻ ഈസ് സെർട്ടൻറ്റി, മനുഷ്യൻ തന്നെയാണ് ഉറപ്പ് എന്ന ഒരു സത്യം അവരുടെ കോച്ച് മനസ്സിലാക്കിയിരുന്നു. അത് അയാളുടെ പ്രധാനമായ തന്ത്രവുമായി മാറി. പെഡ്രോ ബുബിസ ബ്രിറ്റോ. സിസ്റ്റം പരാജയപ്പെട്ടപ്പോൾ ബുബിസ കരഞ്ഞില്ല. അദ്ദേഹം വേട്ടയ്ക്കിറങ്ങി. പരമ്പരാഗതമായ വിഭവങ്ങൾക്കല്ല, മനുഷ്യർക്കായി. ലോക ഭൂപടം നോക്കിയപ്പോൾ അദ്ദേഹം ഒരു സത്യം തിരിച്ചറിഞ്ഞു. കാബോ വെർദെയുടെ ഏറ്റവും വലിയ ദൗർബല്യമെന്ന് കരുതിയ ചിതറിപ്പോയ ജനത, അത് തന്നെയാണ് അവരുടെ ഏറ്റവും വലിയ ആയുധം. 12 വർഷത്തെ ആഗോള ഡയസ്പോറ വേട്ട അവിടെ ആരംഭിച്ചു. ദ്വീപിന്റെ ചോര സ്വന്തം സിരകളിൽ ഒഴുകുന്ന, ലോകം കണ്ടില്ലെന്ന് നടിച്ച ഫുട്ബോൾ പ്രതിഭകളെ തേടി. ആ തിരച്ചിലുകൾക്ക് അവസാനം എന്തൊരു മനോഹരമായ ഫുട്ബോൾ സംഘമാണ് അദ്ദേഹം ഉണ്ടാക്കിയതെന്നറിയാമോ? ഇല്ലെങ്കിൽ കേട്ടുനോക്കുക. റോബർട്ടോ പീക്കോ ലോപ്പസ് എന്ന ഡിഫൻഡർ. 2018 പീക്കോ ജേഴ്സി അണിഞ്ഞ് കളത്തിൽ ഓടുകയായിരുന്നില്ല, ഒരു സൂട്ട് അണിഞ്ഞ് ഓഫീസിൽ ഇരിക്കുകയായിരുന്നു. അയർലൻഡിലെ ഡബ്ലിനിൽ ഒരു ബാങ്കിൽ മോർഗേജ് അഡ്വൈസറായി 9 മുതൽ 5 വരെ ജോലി ചെയ്യുന്നു. തണുത്ത ചൊവ്വാഴ്ച രാത്രികളിൽ സെമി പ്രൊഫഷണൽ ഫുട്ബോൾ കളിച്ചു. ഒരു ദിവസം അദ്ദേഹത്തിന്റെ ലിങ്ക്ഡിനിൽ പോർച്ചുഗീസ് ഭാഷയിൽ ഒരു സന്ദേശം വന്നു. പോർച്ചുഗീസ് അറിയാത്തത് കൊണ്ട് സ്പാം ആണെന്ന് കരുതി അദ്ദേഹം അത് ഒഴിവാക്കി. 9 മാസത്തോളം. ഒടുവിൽ കാബോ വെർദെ കോച്ച് ഇംഗ്ലീഷിൽ ഒരു ഫോളോ അപ്പ് അയച്ചു. നിങ്ങളുടെ പിതാവിന്റെ മാതൃരാജ്യത്തിനായി കളിക്കാൻ ആഗ്രഹമുണ്ടോ? പിക്കോ ഉടനെ ബാങ്കിന്റെ ലാപ്ടോപ്പ് അടച്ചു. അതെ എന്ന് പറഞ്ഞു. ഇൻട്രസ്റ്റ് റേറ്റ് കണക്കാക്കുന്ന ജോലിയിൽ നിന്ന് ലോകകപ്പ് നോക്കൌട്ട് ഘട്ടത്തിൽ 120 മിനിറ്റ് ലയണൽ മെസ്സിക്ക് നേരെ നിൽക്കുന്ന ഡിഫൻഡർ റോളിലേക്ക്. പിന്നെ വരുന്നു റോട്ടർഡാം 6. നെതർലൻഡ്സിലെ ഒരേ പ്രവിശ്യയിൽ ജനിച്ചു വളർന്ന 6 പേർ. ഡച്ച് അക്കാഡമിയിൽ പഠിച്ച് ടോട്ടൽ ഫുട്ബോളിന്റെ മാന്ത്രികത അറിഞ്ഞവർ. പക്ഷേ നെതർലൻഡ്സ് ഫുട്ബോൾ അസോസിയേഷൻ പറഞ്ഞു, ഞങ്ങൾ തേടുന്നത് നിങ്ങളിലില്ല, നിങ്ങളെ ടീമിൽ എടുക്കാൻ കഴിയില്ല. അവരെ തേടി കാബോ വെർദൻ കോച്ച് താമസിയാതെ എത്തിച്ചേർന്നു. ഈ ലോകകപ്പിൽ കാബോ വെർദെയുടെ ആത്മാവായി മാറി അവർ. ഇനി വരുന്നത് ടീമിന്റെ യഥാർത്ഥ ആത്മാവ്, ഗോൾ കീപ്പർ ജോസിമാർ ഓഷിഞ്ഞ ഡയസ്. ദ്വീപിൽ ജനിച്ചവൻ,
1986 ലോകകപ്പ് കാലത്ത് അച്ഛൻ അർജന്റീനൻ ഇതിഹാസം ഹോർഹെ വൽദാനയുടെ പേര് അവന് ഇടാൻ ശ്രമിച്ചു. പക്ഷേ കൊളോണിയൽ നിയമം വിദേശ പേരുകൾ നിരോധിച്ചിരുന്നത് കൊണ്ട് ഒരു ബ്രസീലിയൻ ഫുൾ ബാക്കിന്റെ പേര് അദ്ദേഹത്തിന് കൊടുത്തു. 40 വർഷം കഴിഞ്ഞ് അതേ മനുഷ്യൻ അതേ അർജന്റീനക്കാരോട് കണക്ക് തീർക്കാൻ ഗോൾ പോസ്റ്റിന് മുന്നിൽ നിൽക്കുന്നു. ഒസീഞ്ഞ 2026 ലോകകപ്പിലേക്ക് വന്നത് ഒരു 40-കാരൻ ഗോൾ കീപ്പറായാണ്. ഏകദേശം 50,000 ഇൻസ്റ്റഗ്രാം ഫോളോവേഴ്സ്, ഒരു സാധാ ജീവിതം, സാധാ ക്ലബ്, സാധാ കരിയർ. പക്ഷേ പിന്നെ സംഭവിച്ചത് സാധാ അല്ലായിരുന്നു. ഗ്രൂപ്പ് ഘട്ടത്തിൽ സ്പെയിനിനെ കാബോ വെർദെ 0-0 തടഞ്ഞപ്പോൾ ഒസീഞ്ഞ നടത്തിയത് 7 സേവുകൾ. ഒറ്റ രാത്രി കൊണ്ട് ദശലക്ഷക്കണക്കിന് ഫോളോവേഴ്സ്. ഈ വീഡിയോ ഉണ്ടാക്കുന്ന നേരത്ത് ആ സംഖ്യ 2,80,00,000 കഴിഞ്ഞു. പിന്നെയാണ് അർജന്റീന വരുന്നത്. ലോക ചാമ്പ്യന്മാർ, 1ാം റാങ്ക്, 39ാം വയസ്സിലും ഇതിഹാസമായ ലിയണൽ മെസ്സിയുടെ നേതൃത്വത്തിൽ. കടലാസിൽ ഇത് ഒരു മത്സരമേ ആവില്ലായിരുന്നു. പക്ഷേ ഒസീഞ്ഞ നടത്തിയത് 8 സേവുകൾ. 73ാം മിനിറ്റിൽ മെസ്സിയുടെ ഫ്രീ കിക്കിൽ ഗോൾ ആകേണ്ടതിനെ തടഞ്ഞു. എക്സ്ട്രാ ടൈമിൽ ടീമിനെ ജീവനോടെ നിർത്തിയ സ്റ്റോപ്പേജ് ടൈം സേവ്. അർജന്റീന ഈ മത്സരം ഡോമിനേറ്റ് ചെയ്യുകയായിരുന്നില്ല, അവർ എങ്ങനെയോ രക്ഷപ്പെട്ടു പോയതാണ്. എക്സ്ട്രാ ടൈമിലെ അവസാന 9 മിനിറ്റിൽ ഒരു സെറ്റ് പീസ് ഗോൾ വഴി. കാരണം ഇത് ലാബറട്ടറികളിൽ ഉണ്ടാക്കിയ ഫുട്ബോൾ അല്ല, പകരം ദ്വീപിലെ അഗ്നിപർവ്വത മണൽ ദ്വീപുകളിൽ ജനിച്ച ഫുട്ബോളാണ്. പ്രവചിക്കാനാവാത്ത വിധം ബൗൺസ് ചെയ്യുന്ന ബോളിനെ നിയന്ത്രിച്ചു കൊണ്ട് കളിക്കുന്ന ഫുട്ബോൾ. ഭാവന കൊണ്ട് മാത്രം ബോൾ വായുവിൽ നിർത്തേണ്ട ഗ്രൗണ്ട്. ഇതായിരുന്നു ഇവരുടെ പിൻബലം. ഫാസ്റ്റ്, ഫ്ലൂയിഡ് ആൻഡ് ജോയസ് ഫുട്ബോൾ. ഞങ്ങൾക്ക് നഷ്ടപ്പെടാനൊന്നുമില്ല, അതുകൊണ്ട് ഞങ്ങൾക്ക് എന്താണോ ചെയ്യാൻ കഴിയുന്നത് അത് നിങ്ങൾക്ക് കാണിച്ചു തരാം എന്ന് പറയുന്ന ഒരു പുതിയ ശൈലി, പുതിയ തന്ത്രം. അവരാരും പണത്തിന് വേണ്ടിയോ നൈക്കി കോൺട്രാക്റ്റുകൾക്ക് വേണ്ടിയോ അല്ല കളിച്ചത്. ലോകമെമ്പാടും ചിതറിക്കിടക്കുന്ന, യൂറോപ്പിലെ ഓരോ നഗരത്തിലും തങ്ങൾ ചെറുതാണെന്ന് കരുതി ജീവിക്കുന്ന കാബോ വെർദേക്കാർക്ക് വേണ്ടിയാണ്, അവരുടെ ഇൻഡിവിജ്വാലിറ്റിക്ക് വേണ്ടിയാണ് അവർ കളിച്ചത്. കാബോ വെർദെ ലോകത്തിന് നൽകുന്ന സാർവത്രിക സത്യം ഇതാണ്: ഭൂമിശാസ്ത്രം ഒരിക്കലും വിധിയല്ല, ജനസംഖ്യ ഒരിക്കലും ശേഷിയല്ല. നിങ്ങളുടെ വ്യക്തിപരമായ ഇന്നത്തെ വലിപ്പം നിങ്ങളുടെ ഭാവിയിലെ പ്രാധാന്യം നിർണയിക്കില്ല. ചെറുതായതുകൊണ്ട് നിങ്ങളുടെ സ്വപ്നങ്ങളും ചെറുതാകേണ്ടതില്ല. ലോകം ഫുട് നോട്ട് ആക്കിക്കൊണ്ട് നടക്കുന്ന മനുഷ്യർ ഇവിടെ ഏറെയുണ്ട്. മറ്റൊരാളുടെ കഥയിൽ ഒരു ബാക്ക്ഗ്രൗണ്ട് ക്യാരക്ടർ മാത്രമാണെന്ന് വിധി കൽപ്പിക്കപ്പെടുന്നവർ. ചിലർ അത് അംഗീകരിക്കും, ചുരുങ്ങും, ലോകമുണ്ടാക്കിയ ഇടുങ്ങിയ അതിരുകൾക്കുള്ളിൽ ഒതുങ്ങും. ചിലർ ഡബ്ലിനിലെ ബാങ്കിൽ ജോലി ചെയ്ത ആ മോർഗേജ് അഡ്വൈസറെ പോലെ, 2ാം ഡിവിഷനിൽ കളിക്കുന്ന ആ 40-കാരൻ ഗോൾ കീപ്പറെ പോലെ ഒരിക്കലും അത് അംഗീകരിക്കില്ല. അവർ മുന്നിലുള്ള ഭീമന്മാരെ നോക്കും, ചുറ്റുമുള്ള സമുദ്രത്തെ നോക്കൂ, എന്നിട്ട് ഒരു കാര്യം പറയും: നിങ്ങളെ വെല്ലുവിളിക്കാൻ, അല്ലെങ്കിൽ ഞങ്ങളുടെ സ്വത്വം ഇതിലും വലുതാണെന്ന് തെളിയിക്കാൻ ഞങ്ങൾ ഇവിടെയുണ്ട്. ഈ വീഡിയോ കാണുന്ന നിങ്ങളും ചിന്തിക്കൂ, നിങ്ങളുടെ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യത്തെ കവച്ചു നിൽക്കുന്ന, ഒരിക്കലും നടക്കാത്ത ആഗ്രഹങ്ങളാണ് എന്ന് മറ്റുള്ളവർ പറയുന്നുണ്ടോ? നിങ്ങൾ നിസ്സാരനാണ് എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അത് കാരണം ജീവിതത്തിൽ സ്വന്തം അവസ്ഥകൾക്കപ്പുറം ഒന്നും നേടാൻ കഴിവില്ലാത്തവരാണെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? അല്ലെങ്കിൽ പരാജയങ്ങളിലും തിരസ്കാരങ്ങളിലും മനം മടുത്ത് ഇനിയൊന്നും നടക്കില്ല എന്ന് കരുതി ഇരിക്കുകയാണോ? എങ്കിൽ നിങ്ങൾ അറ്റ്ലാന്റിക്കിലെ ആ 10 അഗ്നിപർവ്വത പാറക്കൂട്ടങ്ങൾ ആലോചിക്കൂ. ലോകത്തിന്റെ ഭൂപടത്തിൽ സ്ഥാനമില്ലാത്ത ഈ രാജ്യത്തെയും അവിടുത്തെ നിസ്സാരരായ ജനങ്ങളെയും പറ്റി ആലോചിക്കൂ. ആ ചെറിയ ദ്വീപുകൾക്ക് ലോകം മുഴുവൻ ഉറ്റുനോൽക്കുന്ന ഒരു സന്ദർഭത്തിൽ ലോകത്തെ മുഴുവൻ മുൾമുനയിൽ നിർത്താൻ കഴിയുന്നുവെങ്കിൽ, ലോകത്തിന്റെ മുഴുവൻ ശ്രദ്ധയും തങ്ങളിലേക്ക് തിരിക്കാൻ കഴിയുന്നു എങ്കിൽ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ എന്ത് ഒഴിവ് കഴിവുകളാണ് ഉള്ളത്? സ്വപ്നങ്ങളുടെ സാഫല്യം ഒരു മനുഷ്യനിൽ നിന്ന് തുടങ്ങുമ്പോഴാണ് പല മനുഷ്യരിലേക്ക് മാറി അത് രാജ്യത്തിൻ്റെത് കൂടിയായി മാറുന്നത്. സോ go ahead with all your dreams intact and alive in your heart.